നമസ്കാരം. തനിയുന്ന ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. സംഗീത ലോകത്തിന്റെ തീരാനഷ്ടമായി പ്രശസ്ത ഗായിക എസ് ജാനകി. ഇനി ഓർമ്മകളിലെ മായാത്ത സ്വരം. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഗായികയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ജാനകിയുടെ അസാധാരണമായ ആലാപന ശൈലി തലമുറകളെ വിസ്മയിപ്പിച്ചുവെന്ന് രാഷ്ട്രപതി അനുശോചന കുറിപ്പിലൂടെ പറഞ്ഞു. സംഗീത വിസ്മയവും സ്വരചക്രവർത്തിനിയുമായ എസ് ജാനകി ഇനി ഓർമ്മകളിലെ മായാത്ത സ്വരം. മൈസൂരു ബൊഗാദി സെക്കൻഡ് സ്റ്റേജ് നോർത്തിലെ വീട്ടിൽ കുഴഞ്ഞു വീണ ജാനകിയെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അപ്പോളോ BGS ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. രാത്രി 7:30 അന്ത്യം. ജനുവരിയിൽ ഏകമകൻ മുരളീകൃഷ്ണയുടെ മരണശേഷം ചെറുമകൾക്കൊപ്പമായിരുന്നു താമസം. ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത് നാടക കലാകാരനായ അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖറും അദ്ദേഹത്തിന്റെ മകൻ V. രാമപ്രസാദുമാണ്. ജാനകിയും രാമപ്രസാദും 1958 വിവാഹിതരായി. 1997 അദ്ദേഹം മരിച്ചതോടെ സംഗീത രംഗത്ത് നിന്ന് മാറി നിന്ന ജാനകിയെ ആരാധകർ പിന്നീട് നിർബന്ധിച്ച് തിരികെ കൊണ്ടുവരികയായിരുന്നു. 1957 19-ാം വയസ്സിൽ മദ്രാസിലെ AVM സ്റ്റുഡിയോയിൽ ജാനകി ജോലി നേടി. ആ വർഷം തന്നെ പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് തുടക്കം. തുടർന്ന് മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പാടാൻ കരാറുമായി. 1957 മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എന്ന ഗാനത്തിലൂടെ മലയാളത്തിലെത്തിയ ജാനകി കേരളത്തിന്റെ സ്വന്തം ശബ്ദമായി. മലയാളത്തിൽ മാത്രം 1200-ലേറെ പാട്ടുകൾ. മിക്ക സംഗീത സംവിധായകരുടെയും ഈണങ്ങൾക്ക് സ്വരമായെങ്കിലും ബാബുരാജിന്റെ ഗാനങ്ങളിലൂടെയാണ് ആസ്വാദക മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. ശാസ്ത്രീയ സംഗീതം അഭ്യസിക്കാത്ത ജാനകിയമ്മ സിനിമകളിലെ അർദ്ധശാസ്ത്രീയ ഗാനങ്ങൾ അനായാസം ആലപിച്ചു. കൗമാരത്തിൽ ബാധിച്ച ആസ്മ രോഗത്തെ അതിജീവിച്ചാണ് ജാനകി അതിമധുരമായി ഗാനങ്ങൾ ആലപിച്ചത്. നാം നെഞ്ചേറ്റിയ പല ഗാനങ്ങളും അവർ പാടിയത് ആശുപത്രി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു വന്നാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 തവണയും കേരള സർക്കാരിന്റെ ബഹുമതി 11 തവണയും സ്വന്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങളുടെ പുരസ്കാരങ്ങൾ 22. ഇതിനിടെ ഗാനരചയിതാവായും സംഗീത സംവിധായികയായും തിളങ്ങി. 2013 തേടിയെത്തിയ പത്മഭൂഷൺ പുരസ്കാരം ജാനകി നിരസിച്ചു. ഏകമകനും നർത്തകനുമായ മുരളീകൃഷ്ണ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത് ഗായികയ്ക്ക് കടുത്ത ആഘാതമായിരുന്നു. ജാനകിയമ്മയുടെ ഭൗതിക ശരീരം മൈസൂരു മഹാരാജാസ് കോളേജിൽ പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഒരു നോക്ക് കാണാനും ആയിരങ്ങളെത്തി. ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. ഇഴജന്തുക്കളുടെ താവളമായി ജയിൽ വകുപ്പിന്റെ ബ്യൂട്ടി പാർലർ. വിയൂർ സെൻട്രൽ ജയിൽ വളപ്പിൽ പ്രവർത്തനം ആരംഭിച്ച ഫ്രീഡം ക്യൂട്ട് ആൻഡ് സ്റ്റൈൽ ജെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലറാണ് കാട്ടുചെടികൾക്കുള്ളിൽ ശോചനീയാവസ്ഥയിൽ തുടരുന്നത്. ഇഴജന്തുക്കളുടെ താവളമായി ജയിൽ വകുപ്പിന്റെ ബ്യൂട്ടി പാർലർ. വിയൂർ സെൻട്രൽ ജയിൽ വളപ്പിൽ പ്രവർത്തനം ആരംഭിച്ച ഫ്രീഡം ക്യൂട്ട് ആൻഡ് സ്റ്റൈൽ ജെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലറാണ് കാട്ടുചെടികൾക്കുള്ളിൽ ശോചനീയാവസ്ഥയിൽ തുടരുന്നത്. തടവുകാർക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, കുറഞ്ഞ നിരക്കിൽ പൊതുജനങ്ങൾക്ക് സേവനം ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ 2020 നവംബറിലാണ് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചത്. പോലീസ് കാവലിൽ ഹെയർ കട്ടിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്നതിന്റെ ഫോട്ടോ വീഡിയോ വാർത്തകൾ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഏതാനും വർഷം പിന്നീട് മുമ്പ് അതിവേഗം പദ്ധതിയെയും കെട്ടിടത്തെയും കാട് മൂടിയ നിലയിലാണ്. ബ്യൂട്ടി പാർലറിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റിലും മുറ്റത്തുമെല്ലാം കാട്ടുചെടികൾ നിറഞ്ഞു കഴിഞ്ഞു. വിഷജന്തുക്കളെ ഭയന്നല്ലാതെ അകത്ത് കയറാനുമാകില്ല എന്നതാണ് സ്ഥിതി. ഈ പാർലറിൽ ജോലി ചെയ്യുന്നതിനായി പ്രത്യേകം ബ്യൂട്ടീഷ്യൻ പരിശീലനം ലഭിച്ച തടവുകാരെ പിന്നീട് ഓപ്പൺ ജയിലുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതാണ് അടച്ചുപൂട്ടലിലേക്ക് വഴിവെച്ചതെന്നാണ് വിവരങ്ങൾ. ജയിൽ നിയമപ്രകാരം കഠിനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്ത നല്ല പെരുമാറ്റമുള്ള തടവുകാരെ മാത്രമേ പൊതുജനങ്ങളുമായി ഇടപഴകുന്ന ഇത്തരം തൊഴിലുകളിൽ നിയോഗിക്കാൻ സാധിക്കൂ. ബ്യൂട്ടി പാർലറിലേക്ക് അനുയോജ്യരായ പരിശീലനം സിദ്ധിച്ച മറ്റ് തടവുകാരുടെ കുറവ് പിന്നീട് നേരിട്ടതും പ്രതിസന്ധിയായി. കൊട്ടിഘോഷിച്ച് പ്രവർത്തനം ആരംഭിച്ച ബ്യൂട്ടി പാർലർ ഇന്ന് ശോചനീയാവസ്ഥയിൽ ശാപമോക്ഷം കാത്ത് ജയിൽ വളപ്പിൽ തുടരുകയാണ്. എറണാകുളം അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. 110 കിലോ കഞ്ചാവുമായി 4 ഇതര സംസ്ഥാനക്കാർ പിടിയിലായി. ട്രെയിൻ മാർഗം ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് എത്തിക്കുന്ന സംഘമാണ് പിടിയിലായത്. എറണാകുളം അങ്കമാലിയിൽ വൻ കഞ്ചാവ് വേട്ട. 110 കിലോ കഞ്ചാവുമായി 4 ഇതര സംസ്ഥാനക്കാർ പിടിയിലായി. ട്രെയിൻ മാർഗം ഒഡീഷയിൽ നിന്ന് കഞ്ചാവ് എത്തിക്കുന്ന സംഘമാണ് പിടിയിലായത്. ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണ് പുലർച്ചെ അങ്കമാലിയിൽ നടന്നത്. കറുകുറ്റി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പരിശോധനയിൽ 110 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാർ പിടിയിലാവുകയായിരുന്നു. എക്സൈസ് അങ്കമാലി റേഞ്ച് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായാണ് പരിശോധന നടന്നത്. ഒഡീഷ സ്വദേശികളായ 4 പേരാണ് പാക്കറ്റുകളിലാക്കി ട്രാവൽ ബാഗുകളിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. ബാലഭദ്ര ദരുവ, ലക്ഷ്മൺ പത്ര, തരാശൂർ പത്ര, പ്രദീപ് ഖഡ്ഡെ എന്നിവരാണ് പിടിയിലായത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ
കഞ്ചാവ് ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഞ്ചാവ് കടത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും മുഖ്യ കണ്ണികളെയും കേന്ദ്രീകരിച്ച് എക്സൈസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് രോഗിയുമായി സഞ്ചരിച്ച ആംബുലൻസ് നിയന്ത്രണം വിട്ട് പാതയോരത്തെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ടു. 3 പേർക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് രോഗിയുമായി സഞ്ചരിച്ച ആംബുലൻസ് നിയന്ത്രണം വിട്ട് പാതയോരത്തെ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ടു. ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരുന്നു അപകടം. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഗോവണിയും ഇരുമ്പ് ഗ്രില്ലും തകർന്ന നിലയിലാണ്. വരവൂരിൽ നിന്നും രോഗിയും കൂട്ടിരിപ്പുകാരുമായി മെഡിക്കൽ കോളേജിലേക്ക് സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. രോഗിക്കും കൂടെയുണ്ടായിരുന്ന ഒരു സ്ത്രീക്കും പരിക്കേറ്റതായാണ് വിവരങ്ങൾ. പരിക്കുകൾ ഗുരുതരമല്ല. ആംബുലൻസിന്റെ എതിർദിശയിൽ നിന്നും വന്ന കാറിന് വശമൊതുക്കി നൽകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് എന്നാണ് വിവരങ്ങൾ. ആംബുലൻസിന്റെ മുൻവശത്തെ ടയർ പൊട്ടിയ നിലയിലാണ്. വാഹനത്തിലുണ്ടായിരുന്നവരെ നാട്ടുകാരുടെ സഹായത്തോടെ മറ്റൊരു ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. കയ്പമംഗലം പനമ്പിക്കുന്നിൽ ദേശീയപാതയിൽ KSRTC ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു. കാലിന് ഗുരുതര പരിക്കേറ്റയാളെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം പനമ്പിക്കുന്നിൽ ദേശീയപാതയിൽ KSRTC ബസ് ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് ഗുരുതര പരിക്കേറ്റു. കാലിന് ഗുരുതര പരിക്കേറ്റ ഇയാളെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നു രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ് കാളമുറി മേൽപ്പാലം ഇറങ്ങിയ ശേഷം പെട്ടെന്ന് വലതുവശത്തെ സർവീസ് റോഡിലേക്ക് തിരിയുന്നതിനിടെയാണ് വഴിയമ്പലം മേൽപ്പാലം ഇറങ്ങി വന്ന ബൈക്കിൽ ഇടിച്ചതെന്നാണ് വിവരങ്ങൾ. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രികന് കാലിനാണ് ഗുരുതര പരിക്കേറ്റത്. അപകടം നടന്ന ഉടൻ തന്നെ ബസ് ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വിശദ വാർത്തകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.